ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് നടക്കുന്ന സമയത്ത് അവിടുത്തെ മനുഷ്യർ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് കാണുകയായിരുന്നു. എത്ര ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ് അവർ പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അനുഭവ പരിചയമോ ബുദ്ധിയോ ഒന്നുമില്ലാത്തയാളാണോ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി? ഷമി, നമ്മൾ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഇത് നിർത്തരുത് എന്നുള്ളതാണ്. കാരണം ഇത് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് അന്നമൂട്ടുന്ന പ്രവൃത്തിയാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. അത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പതിറ്റാണ്ട്, 1.5 പതിറ്റാണ്ട് മുമ്പ് ഡിവൈഎഫ്ഐ ആരംഭിച്ചൊരു പ്രവൃത്തിയാണിത്. ഇതിൽ ഏതെങ്കിലും ഈ വിശപ്പിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് പോലെ ഭക്ഷണം നൽകുന്നതിന് രാഷ്ട്രീയമില്ല. ഇതിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യപ്രകാരമല്ല അവർ ഇത് വിതരണം ചെയ്യുന്നത്. അത് ആ ജനങ്ങൾക്ക് കൂടി ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അവർ തന്നെ ഇന്ന് പ്രതികരിച്ചപ്പോൾ പലരും നമ്മളോട് പറയുകയുണ്ടായി, അവർ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ്. കാരണം ഈ സമയത്ത് പലർക്കും പണമില്ലാത്തവരുണ്ട്, പാവപ്പെട്ടവരാണ്. ചിലപ്പോൾ ആ പരിസരത്ത് അവർക്ക് അടുത്ത് തന്നെ ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോഴാണ് കൃത്യം 12 മണിയാകുമ്പോൾ മുഴുവൻ പേർക്കും, ആ ആശുപത്രിയിൽ എത്ര പേരാണോ ഉള്ളത് മുഴുവൻ പേർക്കുമുള്ള ഭക്ഷണവുമായി ഡിവൈഎഫ്ഐ അവിടേക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും സംശയം തോന്നുകയുണ്ടായി, ഇങ്ങനെ ഒരു വാഹനത്തിൽ നിറയെ പൊതിച്ചോറുമായി വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആൾക്കൂട്ടം നമ്മളവിടെ കാണുകയാണ്. ഈ മുഴുവൻ പേർക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാകുമോ എന്ന് പലപ്പോഴും സംശയമുണ്ടായി. പക്ഷേ അത് വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കോ അത് വാങ്ങുന്നവർക്കോ അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. എത്ര പേർ വന്നാലും മുഴുവൻ പേർക്കുമുള്ള ഭക്ഷണപ്പൊതി ആ വാഹനത്തിലുണ്ട്. ഇനി ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ വാഹനത്തിലുണ്ടാകും എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ വലിയൊരു പ്രയത്നമുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും പലർക്കും അറിയില്ലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്തെ കാര്യം തന്നെ ചോദിച്ചുകൊണ്ട് എറണാകുളത്തെ കാര്യം പറയാം. എറണാകുളത്തെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വിതരണം ആരംഭിച്ചിട്ട് ഏതാണ്ട് 10-17 വർഷമായി. അത് ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടല്ല, അത് താഴെ കമ്മിറ്റികൾക്ക് വിഭജിച്ച് നൽകിയിരിക്കുകയാണ് ഇതിന്റെ ചുമതല. അപ്പോൾ ഏതാണ്ട് 200ഓളം കമ്മിറ്റികൾ ഉണ്ട്. അവർ താഴെ തട്ടിൽ ഓരോ ദിവസവും ഓരോ മേഖലയിലുള്ളവർക്ക് ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചുമതലപ്പെട്ടവർ അവരുടെ പ്രദേശത്ത് ഉള്ള വീടുകളിലേക്ക് കയറി ചെന്ന് ഇങ്ങനെ പൊതിച്ചോറ് അവർ ആവശ്യപ്പെടുന്നു. അവർ നൽകാൻ സന്നദ്ധതയുള്ളവരിൽ നിന്ന് അത് ശേഖരിക്കുന്നു. അങ്ങനെ നേരെ വാങ്ങി ഒരു വാഹനത്തിലാക്കി ഒരു കേന്ദ്രത്തിലെത്തിച്ച് ഇതെല്ലാം കൂടി ചേർത്താണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 365 ദിവസവും വിതരണം ചെയ്യാൻ വേണ്ടി നിരന്തരം ഈ പ്രവർത്തകർ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സന്നദ്ധ പ്രവർത്തനം എന്താണ് എന്നുള്ളത് നേരിട്ട് കാണിച്ചു തരികയാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി ഡിവൈഎഫ്ഐ എന്നുള്ളത്. അത് വാങ്ങുന്നവർക്കും അത് കൃത്യമായി ബോധ്യമുള്ളതാണ്. അവർ പറയുന്നത് മന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. ഇത് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതിലേതെങ്കിലും ഈ വാങ്ങാൻ വരുന്നവരുടെ രാഷ്ട്രീയം നോക്കിയല്ല ഒരിക്കലും ഡിവൈഎഫ്ഐ ഇത് വിതരണം ചെയ്യുന്നത്. ജാതിയോ മതമോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും തന്നെ വിഷയമല്ല. അവിടെ ആര് ആ ക്യൂവിൽ വന്ന് ക്യൂ പ്രകാരമാണ് അത് നൽകുന്നത്. ആരൊക്കെയാണോ ക്യൂവിലുള്ളത് ആ മുഴുവൻ പേർക്കും ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ പാവപ്പെട്ടവരുണ്ടാവാം, ചിലപ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും അവിടെ ആ ഭക്ഷണ വിതരണ സ്ഥലത്ത് ഇതൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണോ അവിടെ വരുന്നത് അവർക്ക് ഭക്ഷണം നൽകിയിരിക്കും എന്നുള്ളതാണ്. അതിലുപരിയായി മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞതെന്ന്, ഈ അവിടെ അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ ഉള്ളതാണ്. ഈ ക്യൂ നിൽക്കുന്നവർക്ക് പുറമെ ഒരുപക്ഷെ ആരും ആശ്രയമില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരുണ്ടാകും. അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ അവിടെ ആരും ഉണ്ടാവില്ല. അത് ഈ ഡിവൈഎഫ്ഐക്കാർ തന്നെ നേരിട്ട് കൊണ്ടുചെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതിന് പുറമെ ചുമതലപ്പെട്ടവർ, മറ്റ് ചില ജീവനക്കാരും അവിടെയുണ്ട്. അവർക്ക് ഇത് നൽകി അവർക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ ക്യൂ നിൽക്കുന്നവർക്കല്ലാതെ ആശ്രയമറ്റ് ഈ ആരും ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ലാതെ കിടക്കുന്നവർക്ക് പോലും, തെരുവിൽ കഴിഞ്ഞ് അവിടെ ആശുപത്രിയിൽ എത്തിച്ചവരൊക്കെ ആയിരിക്കും, അവർക്ക് പോലും വളരെ കൃത്യമായി ഡിവൈഎഫ്ഐ ഇങ്ങനെ ഭക്ഷണം നൽകുകയാണ്. അതാണ് ഈ പരിപാടി പറ്റില്ല എന്നുള്ള നിലയിൽ മന്ത്രി പ്രതികരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഇന്ന് മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചൊരു കാര്യം, അതിപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും രണ്ടുപേരും പറഞ്ഞത്, ഇങ്ങനെയൊരു പരിപാടി ഉള്ളത് അത് നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത് ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം പറഞ്ഞത്. അങ്ങനെയാണ്. അല്ലാതെ മന്ത്രിയെ ഞങ്ങൾ നേരിടും അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് അങ്ങനെയല്ല ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് പറഞ്ഞതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പറഞ്ഞത് നമ്മളിത് വിതരണം ചെയ്യുകയാണ്, ഇതിനി നിർത്തണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇനിയും വരും ദിവസങ്ങളിലും
ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെ അവർ ഇനിയും പ്രവർത്തിക്കുമെന്നുള്ളതാണ് അവർ തീർത്തു പറഞ്ഞത്. ഒപ്പം അവിടെ നിന്ന് ജനങ്ങളും പറഞ്ഞത് ഒരു കാരണവശാലും നിർത്തരുത്, ഇതിപ്പോൾ ഡിവൈഎഫ്ഐക്കാരാണോ തരുന്നത് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല, അവർ എല്ലാ ദിവസവും ഞങ്ങൾക്ക് തരികയാണ്, അത്രയും സൽപ്രവൃത്തി ഒരു ദിവസം കൊണ്ട് നിർത്തിക്കളയരുത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഇന്നവിടെ പറഞ്ഞത്. ഷമി, തീർച്ചയായും ഉമേഷ്, ഈ ഒരു പൊതിച്ചോറ് വിതരണം അത് എത്ര മനുഷ്യൻ്റെ വിശപ്പ് അകറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ PCR-ൽ നിന്ന് കൽപ്പറ്റ നാരായണ മാഷിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ബാനർ വെച്ച് ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയദർശിനി ബസ് സർവീസിന് പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് വെക്കുന്നതിൽ കൽപ്പറ്റ നാരായണ മാഷിന് ഒരു പ്രശ്നവുമില്ല. ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ വീടുകളിൽ പോയി ഈ പൊതി വാങ്ങി ഈ ആശുപത്രികളിൽ എത്തിച്ച് അപ്പോൾ ആ വണ്ടിക്കകത്താണ് ഈ കൊടി കുത്തുന്നത്, അല്ലാതെ ഈ പൊതിച്ചോറിലല്ല കൊടി കുത്തുന്നത്, വണ്ടിക്കുള്ളിലാണ് ആ കൊടി കുത്തുന്നത്. കാരണം ഈ വരുന്ന വഴിക്ക് ഏതെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ടുപോയാൽ അത് പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടി കൂടിയാണ് അത്തരത്തിൽ ഒരു പൊതിച്ചോറ് എന്ന് ബാനറും കൊടിയും കെട്ടിവരുന്നത്. അപ്പോൾ രാഷ്ട്രീയ തിമിരം ബാധിച്ച് സംസാരിക്കുന്ന മനുഷ്യരുടെ കണ്ണിൽ ഈ മനുഷ്യരുടെയൊന്നും വിശപ്പ് പെടുകയില്ല. പക്ഷേ ഈ ന്യായവും പറഞ്ഞ് വെളിയിലോട്ടിറങ്ങിയാൽ ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ അതങ്ങനെ വെറുതെ വിട്ടുകളയുമെന്ന് കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ന് നമ്മൾക്ക് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉമേഷ്, അതെ ഷമി, ഒരു തരത്തിലും അവർക്ക് ഇതൊരു അലർജി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണ് തരുന്നത് എന്ന് അവർ നോക്കുന്നില്ല, അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്നു. അത് ഡിവൈഎഫ്ഐ ആണെങ്കിൽ അവർക്ക് അത്രയേറെ സന്തോഷം എന്നുള്ളതാണ്. ഇതിപ്പോൾ അല്പം മുമ്പ് നേരത്തെ റഹീമിൻ്റെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടു. ഇത് ഏതെങ്കിലും നിരോധിത സംഘടനയോ ഒന്നും തന്നെയല്ല. അപ്പോൾ ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് ചിലർക്ക് ഈ കൊടിയുടെ നിറം അലർജി ഉണ്ടാകുമായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് വീണ്ടും പരിശോധിക്കേണ്ടി വരും. ഇത് അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും ഈ പ്രവൃത്തി അവർ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ദിവസം തന്നെ ശരാശരി 1500 ഭക്ഷണപ്പൊതികളാണ് ഡിവൈഎഫ്ഐ, എറണാകുളത്തെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത്, 1500ഓളം ഭക്ഷണപ്പൊതികളാണ് അവർ വിതരണം ചെയ്യുന്നത്. പലപ്പോഴും ഈ പൊതികൾ തയ്യാറാക്കി നൽകുന്ന വീട്ടുകാർ ഇത് ആരുടെ കൈകളിലേക്കാണ് എത്തുക എന്നുള്ളത് പോലും അവർക്ക് പലപ്പോഴും നിശ്ചയം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ മനസ്സോടെ എല്ലാവരും ആ സൽപ്രവൃത്തിയുടെ ഭാഗമാവുകയാണ്, അതിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കുകയാണ്. അവരെ കൂട്ടിയിണക്കുന്ന കണ്ണികളായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇറങ്ങി ചെല്ലുകയാണ്. അത് ഇത്രയും നാൾ ഈ 1.5 പതിറ്റാണ്ടിലധികം കാലമായി ഇതിങ്ങനെ നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ സംഭവമായി തന്നെ അത് വിശേഷിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനാണ് ഒരു ദിവസം കൊണ്ട്